എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും VPK ലേണിംഗ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇനി വരാൻ പോകുന്ന നമ്മുടെ ഡിഗ്രി എക്സാംസ് ആണെങ്കിലും അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് എക്സാം പിന്നെ ഫോഴ്സ് എക്സാം ഇതിൽ ഏതൊക്കെയാണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും നോക്കി പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നോ സൂണർ ഹി ഹാഡ് റിട്ടേൺഡ് ഹോം ദെൻ ഹിസ് ഗ്രാൻഡ് പാരന്റ്സ് ഫെൽറ്റ് ഹാപ്പി. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള ഹി ഹാഡ് റിട്ടേൺഡ് ഹോം ദെൻ അതിന് പകരം നമുക്കിവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലേത് വേണം നമ്മൾ യൂസ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഒന്ന് വേഗം നോക്കിയിട്ട് പറയാവോ? പെട്ടെന്ന് ആൻസർ കിട്ടേണ്ടതാണ്. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഓക്കെ, ഈ നോ സൂണറിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ, അതേതാ? ദാൻ ആണ് അല്ലെ? ദാൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. വെന്ന് നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പൊ വെന്ന് നമ്മൾ ആരുടെ കൂടിയാ യൂസ് ചെയ്യുക? ഹാർഡ്ലി, സ്കേർസ്ലി അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ വെന്ന് യൂസ് ചെയ്യുക. അപ്പൊ എന്തായാലും വെന്നുള്ള ഓപ്ഷനെ നമുക്ക് എടുത്ത് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു രീതി നോക്കുക കേട്ടോ എല്ലാവരും. ഈ എലിമിനേഷൻ മെത്തേഡ് വളരെ എഫക്റ്റീവ് ആണ്. ചെയ്ത് പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം നമുക്ക് നെഗറ്റീവ് അടിക്കാണ്ട് ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കറക്റ്റ് ഇതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ട് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തെറ്റിപ്പോവും. അപ്പോൾ ഇതേപോലെ എലിമിനേഷൻ മെത്തേഡ് നോക്കുക കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. നോ സൂണർ ന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ദാൻ ആണെന്ന് പറഞ്ഞു അല്ലെ? ഇനി നോ സൂണർ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ് ആണ്. അപ്പോ ഇതേപോലെ നോ സൂണർ, ഹാർഡ്ലി, സ്കെയർസ്ലി, അണ്ടർ നോ സർക്കംസ്റ്റൻസസ് ഇങ്ങനെയുള്ള നെഗറ്റീവ് വേർഡുകൾ വെച്ചിട്ടാണ് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം വി ഹാവ് ടു യൂസ് ഓക്സിലറി വെർബ്. അതിനുശേഷം വേണം സബ്ജക്റ്റ് വരാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ ഇൻവേർഷൻ റൂൾ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോ ഇനി ഈ രണ്ട് ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇതിൽ ഏതാ ഓക്സിലറി വെർബ്? ഡിഡ് ആണോ ഹി ആണോ ഓക്സിലറി വെർബ്? ഡിഡ് ആണ് അല്ലെ? അപ്പോ ഓക്സിലറി വെർബിന് ശേഷമാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹി വന്നിട്ടുള്ളത്. അപ്പൊ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി പറ്റില്ല, കാരണം ഇവിടെ സബ്ജക്റ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ കണ്ടോ, നമ്മൾ രണ്ടുപേരെ എലിമിനേറ്റ് ചെയ്തു. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ട് വന്നു. മനസ്സിലായോ? അപ്പൊ ഇതേപോലെ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. അതിലേക്ക് കയറുന്നേക്കാളും മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. നമ്മുടെ 10 ഡേയ്സിന്റെ ഇംഗ്ലീഷിന്റെ ലൈവ് ബാച്ച് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ടെൻസും കോൺകോഡും ആണ് നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ 10 ദിവസം കൊണ്ട് നമ്മൾ ഗ്രാമറും വൊക്കാബുലറിയും എല്ലാം ഒരു ക്യാപ്സ്യൂൾ ഫോമിൽ കവർ ചെയ്യുന്ന 10 ഡേയ്സിന്റെ 10 അവേഴ്സിന്റെ ലൈവ് ബാച്ച് ആണ്. ക്ലാസ്സിന് ശേഷം അതിന്റെ PDF നോട്ട്സും അതേപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 10 ഡേയ്സിന്റെ ബാച്ചിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 99 റുപ്പീസ് ആണ്. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഇന്നും കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പ്രൈസ് 99 റുപ്പീസ് ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഫുൾ ഗ്രാമറും വൊക്കാബുലറിയും കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെഷൻ നോക്കിയാൽ മതി. അതിനകത്ത് ഞാൻ പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ, ഡാഷ് ക്യൂരിയോസിറ്റി ഇസ് എ ഗ്രേറ്റ് ട്രേറ്റ്. എന്താണ് ആൻസർ ആയിട്ട് വരിക? ഡാഷ് ക്യൂരിയോസിറ്റി ഇസ് എ ഗ്രേറ്റ് ട്രേറ്റ്. നമുക്ക് ക്യൂരിയോസിറ്റിയുടെ മുമ്പിൽ എയും ആനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? കാരണം എ അല്ലെങ്കിൽ ആൻഡ് ഒക്കെ മീനിങ് എന്താ? ഒരു എന്നുള്ള മീനിങ് ആണ്. ഒരു ക്യൂരിയോസിറ്റി അങ്ങനെയൊക്കെ നമുക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് എനെയും ആനെയും എടുത്ത് മാറ്റാം. ഓക്കെ, പിന്നെ എടുത്ത് പറഞ്ഞിട്ടില്ല എന്ത് ക്യൂരിയോസിറ്റി ആണ്. അങ്ങനെ നമ്മൾ ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിളിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് വീണ്ടും എടുത്ത് പറയുമ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസുകളാണ്. പക്ഷെ ക്യൂരിയോസിറ്റിയുടെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യണ്ട എന്നുള്ളതാണ് റൂൾ കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി ആണ്. അടുത്ത് നോക്കാം. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചീപ്പ് പ്രൊഡക്ട്സ് ആർ ഓഫൺ ഡാഷ്. ഓക്കെ, ഇവിടെ ഈ ഇൻഫീരിയർ അതേപോലെ തന്നെ സുപ്പീരിയർ ഇങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടല്ലോ. ഇൻഫീരിയർ, സുപ്പീരിയർ വാക്കുകളുടെ കൂടെ നമ്മൾ ടു എന്നുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യും. അപ്പോൾ ഇൻഫീരിയർ, സുപ്പീരിയർ എങ്ങനെയുള്ള വാക്കുകളുടെ കൂടെ നമ്മൾ മോർ അതേപോലെ തന്നെ മച്ച് യൂസ് ചെയ്യില്ല. മനസ്സിലായോ? അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് എടുത്ത് മാറ്റാം. ഓക്കെ, ഇനി ഇവിടെ ഓഫൺ എന്നുള്ള വാക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വെരി എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ചീപ്പ് പ്രൊഡക്ട്സ് ആർ ഓഫൺ വെരി ഇൻഫീരിയർ. ഓക്കെ, അപ്പോൾ മിക്കവാറും അല്ലെങ്കിൽ പലപ്പോഴായിട്ടും ചീപ്പ് പ്രൊഡക്ട്സ് വളരെ ഇൻഫീരിയർ ആണ് എന്നുള്ള രീതിയിൽ വേണം ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. ഇൻഫീരിയറിനേക്കാളും കൂടുതൽ കറക്റ്റ് ചെയ്താണ് വെരി ഇൻഫീരിയർ ആണ്. ഓക്കെ, ഓഫൺ എന്നുള്ള വേർഡ് ഉള്ളത് കൊണ്ടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് ലോസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്ട്. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദ ഡാഷ് ലോസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്ട്. വേഗം പറഞ്ഞോളൂ. ആൻസർ ഓൾ ഓഫ് ദി എബവ് ആണ്. അതായത് മീഡിയ ഹാവ് എന്നും പറയും, മീഡിയ ഹാസ് എന്നും പറയും. ഓക്കെ, അപ്പോ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതായത് മീഡിയം എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന്റെ പ്ലൂറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് മീഡിയ എന്ന് പറയുന്നത്.
അല്ലെ? അപ്പൊ പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? മീഡിയ ഹാവ് എന്ന് പറയാം. ശരിയാണ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഈ മീഡിയേനെ അൺകൗണ്ടബിൾ നൗൺ ആയിട്ട് കൺസിഡർ ചെയ്യും. ചില കേസുകളിൽ മീഡിയേനെ അൺകൗണ്ടബിൾ നൗൺ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ അങ്ങനെ അൺകൗണ്ടബിൾ നൗൺ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് മീഡിയ ഹാസും ശരിയാണെന്ന് നമുക്ക് പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ? മീഡിയത്തിന്റെ പ്ലൂറലാണ് മീഡിയത്തിന്റെ പ്ലൂറലാണ് മീഡിയ എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ട് നമുക്ക് പ്ലൂറൽ വെർബ് യൂസ് ചെയ്യാം. പിന്നെ മീഡിയേനെ നമുക്ക് അൺകൗണ്ടബിൾ നൗൺ ആയിട്ടും ചില കേസുകളിൽ കൺസിഡർ ചെയ്യാം. അതനുസരിച്ചിട്ട് സിംഗുലർ വെർബും യൂസ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ ഓൾ ഓഫ് ദി എബവ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ വർക്ക്ഔട്ട് ചെയ്ത് പോകണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഹാഡ് മെറ്റ് ഹിം ഡാഷ് ഇയർ എഗോ. എന്തായിരിക്കും? ഏത് ആർട്ടിക്കിൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇയർ എന്ന് പറയുമ്പോൾ യാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ എ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇനി ഡാഷ് ഇയർ എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ ഏതാ പറയാ? ഡാഷ് ഇയർ. അവിടെ ഇ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആൻ ഇയർ എന്ന് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പൊ ഇത് രണ്ടും മാറിപ്പോണ്ട കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്ലെന്റി ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് ദി ഫ്ലോറ ആൻഡ് ഫോന ഓഫ് ഇന്ത്യ ഡാഷ് അവൈലബിൾ ഇൻ ദിസ് ബുക്ക്. പ്ലെന്റി ഓഫ് ഇൻഫോർമേഷൻ. ഓക്കെ. വേഗം ആൻസർ പോരട്ടെ. ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. എസ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ. അപ്പോൾ പ്ലെന്റി ഓഫിന് ശേഷം പ്ലെന്റി ഓഫിന് ശേഷമുള്ള ആളെ വേണം നോക്കാനായിട്ട്. ഇൻഫോർമേഷൻ ആണ് അല്ലെ? പ്ലെന്റി ഓഫ് ഇൻഫോർമേഷൻ. ഇൻഫർമേഷൻ നമ്മൾ അൺകൗണ്ടബിൾ നൗൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്. ശരിയല്ലേ? അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ നമ്മൾ ആരെയാ യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ വെർബിനെ യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആറിനെയും വേറിനെയും നമുക്ക് എടുത്ത് എലിമിനേറ്റ് ചെയ്യാം. മനസ്സിലായോ? പിന്നെ ഹാസും ഉണ്ട്, എസും ഉണ്ട്. ഹാസ് എന്ന് പറഞ്ഞാൽ ഒരു ഉടമസ്ഥ എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഹാസിന് ശേഷം V3 ഫോം ഓഫ് ദി വെർബ് ആണ് വരേണ്ടത്. അതും ഇവിടെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഹാസ് അല്ല, എസ് ആണ് ആൻസർ ആയിട്ട് വരിക. മനസ്സിലാവുന്നുണ്ടോ? ഞാനിപ്പോ ഓരോന്ന് പറയുമ്പോഴും ബാക്കിയുള്ള 3 ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് തെറ്റാവുന്നത് എന്നുകൂടി പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എലിമിനേഷൻ മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് PYQ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ തെറ്റിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ദ കൺവിക്ട് വാസ് ഡാഷ് ടു ഡെത്ത്. എന്താണ് ആൻസർ? ദ കൺവിക്ട് വാസ് ഡാഷ് ടു ഡെത്ത്. ഓക്കെ. ആൻസർ ഹാങ്ഡ് ആണ്. ഓക്കെ. അപ്പോ നമ്മുടെ ഹാങ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ഏതൊക്കെയാ വരുന്നത്? ഹാങ്ഡ് വരും. അതേപോലെ തന്നെ ഈ ഹാങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇതെന്താ? തൂക്കി കൊല്ലുക എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് ഹാങ്ങിന്റെ ഹാങ്ഡ് ആയിട്ട് വരിക. അതേസമയം വേറെ ഹാങ് ഉണ്ട്. അതായത് തൂക്കി ഇടുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഹാങ്ങിന്റെ പാസ്റ്റ് ടെൻസ് ഹങ് ആണ് വരിക കേട്ടോ. ഇത് തൂക്കിയിടുക. ഓക്കെ. തൂക്കിയിടുക എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് ഹങ് വരിക. തൂക്കി കൊല്ലുക എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഹാങ്ഡ് ആണ് വരിക. തൂക്കി കൊന്നു കഴിയുമ്പോൾ നമ്മൾ ആരെങ്കിലൊക്കെ ഇടിക്കും എന്നൊക്കെ ഓർക്കാം. അപ്പോ ഈടിയുള്ള ഹാങ്ഡ് എപ്പോഴാ വരിക? തൂക്കി കൊല്ലുക എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് കേട്ടോ. അപ്പൊ മാറി പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോ ദ കൺവിക്ട് വാസ് ഹാങ്ഡ് ടു ഡെത്ത് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ലൈവ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആക്റ്റീവ്, പാസീവ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് സ്പീച്ച്, അതേപോലെ തന്നെ പ്രപ്പോസിഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ലിങ്ക് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാ ദിവസവും 7 മണിക്കാണ്, രാത്രി 7 മണിക്കാണ് നമ്മൾ ലൈവ് ക്ലാസ് നടക്കുന്നത്. ലൈവ് ക്ലാസ്സിന് ശേഷം അതിന്റെ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.